അമേരിക്കയ്ക്കെതിരെ ഇറാന്റെ പെൺപട്ടാളം പണി തുടങ്ങാൻ പോകുകയാണ്. നിവർന്നു നിൽക്കാൻ പോലും ഇനി അമേരിക്ക ബാക്കി ഉണ്ടാകുമോ എന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഏതു വിധേനയെങ്കിലും ഇറാനെ മുട്ടുകുത്തിക്കാൻ നോക്കിയ അമേരിക്കയുടെ നെഞ്ചിൻ കൂട് പിളർക്കാൻ ഇറാന്റെ ചുണക്കുട്ടികൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ്. ഇതിൽ സ്ത്രീകളും ഉണ്ടാകുമെന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ നമ്മളോട് പറയുന്നത്. അതെ, പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തികൾ ഒന്നായ ഇറാനും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയായ അമേരിക്കയും തമ്മിൽ ഇപ്പോൾ നടക്കുന്നത് കേവലം വാക്പോരുകളല്ല എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. അത് ഒരു തുറന്ന പോരാട്ടത്തിലേക്ക് വഴിമാറുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ ഒരു വൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. രാജ്യത്തെ മുഴുവൻ ജനങ്ങളോടും ഈ പോരാട്ടത്തിൽ പങ്കാളികളാകാൻ ടെഹ്റാൻ ആഹ്വാനം ചെയ്തു. പ്രത്യേകിച്ച് ഇറാനിയൻ സ്ത്രീകളോട് രാജ്യത്തിന്റെ പ്രതിരോധ നിരയിലേക്ക് ഇറങ്ങാൻ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതൊരു കേവല സൈനിക നടപടി മാത്രമല്ല, ഇതൊരു രാജ്യത്തിന്റെ നിലനിൽപ്പിനായുള്ള ആത്യന്തികമായ പോരാട്ടം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇറാൻ ഇത്തരമൊരു അസാധാരണമായ നീക്കത്തിലേക്ക് കടന്നത്? വർഷങ്ങളായി തങ്ങളെ സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ച ഒരു വൻ ശക്തിക്കെതിരെ സ്വന്തം ജനതയെ മുഴുവൻ ആയുധമണിയിക്കാൻ ഇറാൻ തീരുമാനിച്ചതിന് പിന്നിൽ എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം തേടുമ്പോഴാണ് നമ്മൾ ഇറാന്റെ പുതിയ സൈനിക തന്ത്രങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ഇറാന്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും അമേരിക്കക്കെതിരെ മുൻപെങ്ങുമില്ലാത്ത വിധം കടുത്ത നിലപാടുകൾ തന്നെയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രകോപനപരവും ഞെട്ടിക്കുന്നതുമായ ഒരു പ്രഖ്യാപനം വന്നത് ഇറാന്റെ ആർമി ചീഫ് അമീർ ഹഥാമിയിൽ നിന്നാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു അമേരിക്കൻ സൈനികരെ കൊല്ലുകയോ അല്ലെങ്കിൽ ജീവനോടെ പിടികൂടുകയോ ചെയ്താൽ അവർക്ക് $30,000 പാരിതോഷികം നൽകുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കണക്കുകൾ വെച്ച് നോക്കിയാൽ 25 ലക്ഷത്തിലധികം രൂപ വരും അത്. അതായത് ഒരു അമേരിക്കൻ സൈനികനിട്ട വില 25 ലക്ഷം രൂപയാണ്. എന്നാൽ പ്രഖ്യാപനം അവിടെ കൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ഈ ചരിത്രപരമായ പോരാട്ടത്തിൽ ഒരു അമേരിക്കൻ സൈനികനെ വധിക്കുകയോ പിടികൂടുകയോ ചെയ്യുന്നത് ഒരു ഇറാനിയൻ വനിതയാണെങ്കിൽ ഈ പാരിതോഷിക തുക ഇരട്ടിയാക്കുമെന്നാണ് ഇറാന്റെ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. അതായത് $60,000. എന്തുകൊണ്ടാണ് ഇറാൻ സൈന്യം സ്ത്രീകളുടെ പങ്കാളിത്തത്തിന് ഇത്രയധികം മുൻഗണന നൽകുന്നത്? ഇറാന്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC എന്തിനാണ് ഇത്തരം ഒരു ഗറില്ല തന്ത്രം മെനയുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെ? വൻ സാങ്കേതിക വിദ്യയും ആധുനിക ആയുധങ്ങളുമുള്ള അമേരിക്കൻ പടക്കോപ്പുകളെ ചെറുക്കാൻ ഇറാൻ ഉപയോഗിക്കുന്നത് ശക്തമായ മനഃശാസ്ത്ര യുദ്ധമുറകളാണ്. ഒരു രാജ്യത്തിന്റെ പകുതിയിലധികം വരുന്ന സ്ത്രീ ശക്തിയെ ശത്രുവിനെതിരെ ആയുധമാക്കുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറല്ല എന്നും അവസാനത്തെ വ്യക്തിയും ശത്രുവിനെതിരെ പോരാടുമെന്നുമുള്ള വ്യക്തമായ സന്ദേശം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത്. നിലവിൽ ഇറാന്റെ മണ്ണിൽ ഔദ്യോഗികമായി US കരസേനാംഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ടും എന്തുകൊണ്ടാണ് ടെഹ്റാൻ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്? അത് വ്യക്തമാക്കുന്നത് ഇറാന്റെ ആക്രമണോത്മക നിലപാടാണ്. ആഗോളതലത്തിൽ അമേരിക്കയുടെ ശക്തിയും സ്വാധീനവും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇറാന്റെ സൈനിക വക്താക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തങ്ങളുടെ അതിർത്തികളിലേക്ക് ഏതൊരു രീതിയിലുള്ള കടന്നുകയറ്റം ഉണ്ടായാലും അത് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അമേരിക്കൻ സൈനികർക്കെതിരെ പ്രഖ്യാപിച്ച ഈ ഇനം കേവലം പണം നൽകൽ മാത്രമല്ല, മറിച്ച് രാജ്യത്തിനുള്ളിൽ ദേശസ്നേഹവും ദേശീയതയും ആളിക്കത്തിക്കാനുള്ള തന്ത്രപരമായ ഒരു നീക്കം കൂടിയാണ്. പ്രദേശത്തെ മറ്റ് സഖ്യസേനകളും പ്രാദേശിക ഗ്രൂപ്പുകളെയും ഉപയോഗിച്ച് അമേരിക്കയ്ക്ക് നിരന്തരം ഭീഷണി ഉയർത്താൻ ഇറാൻ ഇതിലൂടെ ശ്രമിക്കുന്നുണ്ട്. സൈനിക തലത്തിലുള്ള ഈ മാറ്റങ്ങൾക്കൊപ്പം തന്നെ ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തുന്ന മറ്റൊരു നീക്കം കൂടി ഇറാൻ നടത്തുന്നുണ്ട്. തങ്ങളുടെ ആണവ നയത്തിൽ വലിയ മാറ്റം വരുത്താൻ ടെഹ്റാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയുടെ തുടർച്ചയായ സാമ്പത്തിക ഉപരോധങ്ങൾക്കും അവരുടെ ഭീഷണികൾക്കും മറുപടിയായി അന്താരാഷ്ട്ര ആണവ വ്യാപന നിരോധന കരാറിൽ അഥവാ NPTയിൽ നിന്ന് പിന്മാറണമെന്ന് ഇറാന്റെ പാർലമെന്റ് അംഗങ്ങൾ പരസ്യമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യം NPT കരാറിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ ലളിതമാണ്. ഇനി അന്താരാഷ്ട്ര സമിതികൾക്ക് ആ രാജ്യത്തിന്റെ ആണവ നിലയങ്ങളിൽ പരിശോധന നടത്താൻ സാധിക്കില്ല. രാജ്യം എന്ത് തരം ആണവ പരീക്ഷണങ്ങൾ നടത്തിയാലും അതിന്മേൽ ആഗോള മേൽനോട്ടം ഉണ്ടാകില്ല എന്നർത്ഥം. ഇത് പശ്ചിമേഷ്യയിൽ ഒരു പുതിയ ആണവ മത്സരത്തിന് തന്നെയാണ് വഴി തുറക്കുക. അതായത് ലോകത്തിന് ഇനി ഇറാനെ നിയന്ത്രിക്കാനാകില്ല എന്ന് സാരം. നിലവിൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് തങ്ങളുടെ ആണവ പദ്ധതികൾ എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല എന്നാണ് ലോക രാജ്യങ്ങളിൽ പലരും പറയുന്നത്.
ആയുധ നിർമ്മാണത്തിന് ആവശ്യമായ തോതിനോട് അടുത്ത നിലയിൽ സാന്ദ്രീകരിച്ച യുറേനിയം ശേഖരം ഇറാന്റെ പക്കലുണ്ട് എന്നാണ് അവരുടെ വാദം. അതായത് 60% വരെ ശുദ്ധീകരിച്ച് ഏകദേശം 90 പൗണ്ടോളം വരുന്ന വലിയൊരു യുറേനിയം ശേഖരം ഇറാൻ നിലവിൽ കൈവശം വെച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഊർജ്ജ ഉൽപാദനത്തിന് 3 മുതൽ 5% വരെ ശുദ്ധീകരിച്ച യുറേനിയം മാത്രമാണ് ആവശ്യം. എന്നാൽ 60% വരെ എത്തി നിൽക്കുന്ന യുറേനിയം ശേഖരം എന്ന് പറയുന്നത് അണുബോംബ് നിർമ്മാണത്തിലേക്ക് എത്താൻ വളരെ കുറഞ്ഞ സമയം മാത്രം മതി. ഇതോടെ രാജ്യത്തിന്റെ പ്രതിരോധ നയങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഔദ്യോഗികമായി തന്നെ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇറാന്റെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശക്തമായി നടക്കുന്നുണ്ട്. അമേരിക്കയും ഇസ്രായേലും ഏത് നിമിഷവും തങ്ങളുടെ ആണവ നിലയങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് ഇറാനിയൻ സൈന്യത്തിന് കൃത്യമായിട്ട് ഇന്ന് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വൻ ആണവ ശേഖരവും തന്ത്രപ്രധാന ഗവേഷണ കേന്ദ്രങ്ങളും സംരക്ഷിക്കുന്നതിനായി ഇറാൻ വലിയൊരു പദ്ധതി തന്നെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ആഴത്തിലുള്ള ഭൂഗർഭ തുരങ്കങ്ങളിലാണ് ഇറാൻ ഇപ്പോൾ തങ്ങളുടെ ആണവ വിഭവങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഏറ്റവും ആധുനികമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും തുളച്ചു കയറാൻ കഴിയാത്ത വിധം വലിയ മലനിരകൾക്ക് താഴെയായിട്ടാണ് ഈ തുരങ്കങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയോ അതുപോലെ ഇസ്രായേലോ വ്യോമാക്രമണം നടത്തിയാലും ഇറാന്റെ ആണവശേഷിയെ പൂർണ്ണമായും തകർക്കുക സാധ്യമല്ലെന്ന് ആഗോള പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തുന്നുണ്ട്. ഇറാൻ ഒരു വശത്ത് പ്രതിരോധ നിര ശക്തമാക്കുമ്പോൾ അമേരിക്കൻ ഭാഗത്ത് നിന്നും സമ്മർദ്ദം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സൈനിക നടപടിക്കുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കൾ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിൽ ഒന്നാണ് ഹോർമുസ് കടലിടുക്ക് എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ലോകത്തിലെ ക്രൂഡ് ഓയിൽ ഗതാഗതത്തിന്റെ വലിയൊരു ശതമാനവും കടന്നു പോകുന്നത് ഈ വഴിയിലൂടെ തന്നെയാണ്. ഇവിടെ തങ്ങളുടെ സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പാക്കാനാണ് US നാവികസേന ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം വഴി ഇറാന്റെ എണ്ണ കയറ്റുമതി തടയാനും അതിലൂടെ അവരെ സാമ്പത്തികമായി പൂർണ്ണമായും തകർക്കാനുമാണ് അമേരിക്കയുടെ നീക്കം. എന്നാൽ മേഖലയിലെ സമുദ്ര പ്രദേശങ്ങളിൽ അമേരിക്കൻ സേനയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നും അവർ ഉടൻ തന്നെ ഈ പ്രദേശം വിട്ടു പോകണമെന്നുമാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. അതേസമയം ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ തോതിലുള്ള അസ്ഥിരത നിലനിൽക്കുന്നുണ്ട് കേട്ടോ. സാമ്പത്തിക ഉപരോധങ്ങൾ കാരണം സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തിനുള്ളിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും ഇറാന്റെ ഭാവി നേതൃത്വത്തെ കുറിച്ചുള്ള തർക്കങ്ങളും നയതന്ത്ര ചർച്ചകളെ സ്തംഭനാവസ്ഥയിൽ എത്തിച്ചിട്ടുമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ചർച്ചകൾ നടക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ അയഞ്ഞ മട്ടാണ്. പശ്ചിമേഷ്യയിലെ ശക്തി സന്തുലനാവസ്ഥ പൂർണ്ണമായും തകരുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ നീങ്ങുക. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനപരമായ പ്രഖ്യാപനങ്ങളും അമേരിക്കയുടെ വിട്ടുവീഴ്ചയില്ലാത്ത ഉപരോധങ്ങളും ഒരു മഹാദുരന്തത്തിലേക്കുള്ള വഴിയാണോ തുറക്കുന്നത് എന്ന് ലോകം ഏറെ ഭയത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. ഏതായാലും ഈ യുദ്ധം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കം ഒന്നുമല്ലല്ലോ. ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം പടർന്നു പിടിച്ചാൽ അത് ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരാൻ ഇടയാക്കും. ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളെ അത് ഗുരുതരമായി ബാധിക്കും. സ്ത്രീകൾ വരെ തോക്കെടുക്കുന്ന അണുബോംബിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു മേഖലയായിട്ട് പശ്ചിമേഷ്യ ഇങ്ങനെ പരിണമിക്കുമ്പോൾ ലോക സമാധാനം എന്നത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെയാണ് തുടരുക. അത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഷയവും. വരും ദിവസങ്ങളിൽ ടെഹ്റാനിൽ നിന്നും വാഷിംഗ്ടണിൽ നിന്നും ഉയരുന്ന വാക്കുകളും അവരുടെ തീരുമാനങ്ങളുമായിരിക്കും ഈ ഭൂമിയുടെ ഭാവി ഇനി നിർണ്ണയിക്കുക. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാൻ ലോകം ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരിക്കുക തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായിട്ട് വീണ്ടും കാണാം. നന്ദി.